ഹലോ, ഞാൻ ഇന്ന് ഒരു മാങ്ങാ പച്ചടിയാണ്, പഴുത്ത മാങ്ങയുടെ പച്ചടിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ 4 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. അപ്പം ഈ മാങ്ങാ പച്ചടി ചിലർ മാങ്ങാ തൊലിയും മാങ്ങാണ്ടിയൊക്കെ ആയിട്ടിടും. ഞാൻ പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഫ്ലഷ് മാത്രം എടുത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് 1 കപ്പ് തേങ്ങയുടെ കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/4 സ്പൂണ് ജീരകമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും കടുക് ഒരു 1/2 സ്പൂണുണ്ട്, അത് ചതയ്ക്കും. ഇത് വെന്ത് കഴിഞ്ഞ് അരപ്പ് ചേർക്കും. അത് കഴിഞ്ഞ് നമുക്ക് തൈര് ചേർക്കണം. തൈരും ഞാൻ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉടച്ച് നല്ല രീതിയിൽ വെച്ചിരിക്കുകയാണ്. അധികം പുളിയില്ല. പിന്നെ കുറച്ച് പഞ്ചസാര വേണം. എന്നുവെച്ചാൽ ഇതൊരു മധുരക്കറിയാണ്. അത് ലാസ്റ്റ് നമ്മൾ കടുക് ഇറക്കുന്നത് കടുകും ഉലുവായും വറ്റലുമുളകും കരിവേപ്പിലയും കൊണ്ടാണ്. ആദ്യം നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി പിന്നെ നല്ലപോലെ പൂടി കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിപ്പം മാങ്ങയെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇടും. ഇതധികം എരിവില്ലാത്ത മുളകാണ്, കാശ്മീരി മുളകാണ്. അത് 1 സ്പൂൺ ഇട്ടു. കുറച്ച് വെള്ളം, മാങ്ങ വേകാനുള്ള വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഒന്ന് അടച്ച് നമുക്ക് വേവിക്കാം. ഇത് വേഗം മാങ്ങ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇത് അടച്ച് വെച്ച് വേവിക്കാം. മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വരുമ്പോൾ നമുക്കൊന്ന് ഇത് വെച്ചൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിടും. ഉപ്പിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയൊക്കെ വയ്ക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ നമ്മളൊരു 2 സ്പൂൺ പഞ്ചസാര, ഇതൊരു മധുരക്കറിയല്ലേ, അപ്പം 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് വരെ ശർക്കര ഇട്ടാലും നല്ലതാണ്. ഞാൻ എപ്പോഴും ഇത് പഞ്ചസാരയായിരുന്നു. ശർക്കരയാകുമ്പോൾ ഇതിൻ്റെ നിറം മാറും. നമുക്ക് നമ്മുടെ അരപ്പ് ജീരകവും കടുകുമൊക്കെ ചതച്ച്, ജീരകം നല്ലപോലെ അരയ്ക്കും, കടുകുമൊക്കെ ചതച്ച് ഉള്ള അരപ്പൊന്ന് കിടന്ന്. അപ്പം ഞാൻ ഇച്ചിരി തീയൊന്ന് കുറച്ച് അരപ്പൊന്ന് വേകാൻ സമ്മതിക്കും. അരപ്പൊക്കെ ഇട്ട് അരപ്പൊക്കെ നല്ലപോലെ വെന്തു. നമ്മൾ ഈ സമയം തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലോട്ട് ചേർക്കണം. നമ്മുടെ പച്ചടിയുടെ ഉപ്പും മധുരവും എല്ലാം ഒന്ന് നോക്കണം. ഇപ്പോൾ തൈരും ഒക്കെ ചേർത്ത് എല്ലാം പുളിയൊക്കെ പാകമായിട്ടിരിക്കുക. ഇനി നമ്മളിത് കടുക് ഇറക്കുവാണ്. ഓൾറെഡി ഞാൻ ഇതിൽ കടുകും പിന്നെ ഉലുവ ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയപ്പോഴത്തേക്കും വറ്റലുമുളകും കരിവേപ്പിലയും പച്ചമുളക് ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മാങ്ങാക്കാലമാണ്, മാങ്ങ കിട്ടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.